ഇതാണ് ഡിജിടെക്കിൻ്റെ വയർലെസ് മൈക്രോഫോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബ് ബേസിന് ഉപയോഗിക്കുന്ന മൈക്കാണ് വരുന്നത്. 2 മൈക്കാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ ഒരു റിസീവാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ മോഡൽ നമ്പർ DWM101 എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന് പ്രൈസ് വരുന്നത് 6995. നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 4400 4300 റേറ്റൊക്കെയാണ് വരുന്നത്. അത് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. നമുക്ക് ബാറ്ററി ബാക്കപ്പ് റിസീവറും മൈക്കിനും 10 to 12 മണിക്കൂർ വരെ കിട്ടുന്നതിലാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ റിസീവറും മൈക്കും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഏകദേശം ഒരു 20-30 മീറ്റർ ലെവലിൽ കിട്ടുന്നതിലാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതുപോലെ ഇതിൻ്റെ വാറണ്ടി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ വാറണ്ടി രജിസ്റ്റർ ചെയ്യാം. അതുപോലെ തന്നെ ഇത് യൂട്യൂബ്, അതുപോലെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, അതുപോലെ ഓല സൈറ്റ് കേരള QR കോഡുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ബോക്സിൽ അടങ്ങിയത് 2 മൈക്ക് റിസീവർ, അതുപോലെ തന്നെ 2 മൈക്കിലെ മഫ്, പിന്നെ ഇത് ചാർജ് ചെയ്യാനുള്ള കേബിൾ. നമുക്കൊരു അഡാപ്റ്റർ തന്നെ 2 മൈക്കും ചാർജ് ചെയ്യാനുള്ള കേബിൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ DSLR ക്യാമറ കണക്ട് ചെയ്യാനുള്ള, ഓഡിയോ കണക്ട് ചെയ്യാനുള്ള കേബിള്, അതുപോലെ C2 ഐഫോൺ ഉണ്ട്, C2C ഉണ്ട്. പിന്നെ ഇത് മോണിറ്റർ ചെയ്യാനുള്ള 2 ഹെഡ്ഫോൺ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. അൺബോക്സ് ചെയ്യുന്നൊരു ബാഗിലാണ്, ഡിജിടെക്കിന് ഇവിടെ ബാഡ് ചെയ്ത് കാണാം. ബാഗിന് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ക്വാളിറ്റിയുള്ളൊരു ബാഗാണ് കൊടുത്തുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ 2 മോണിറ്റർ, 2 ഇയർഫോണാണ് ഇതിൽ കൊടുത്തുള്ളത്. എൻ്റെ കാറ്റലോഗും കാര്യങ്ങളും. ഇത് 2 മൈക്കാണ് വരുന്നത്. ഇവിടെ നോക്കിയുണ്ടാവും മൈക്കാണ് ഈ കാണുന്നത്. ഈ മൈക്കിൽ ഹെഡ്ഫോൺ കണക്ട് ചെയ്യാമല്ലോ, നമ്മൾ മോണിറ്റർ ചെയ്യാനുള്ള ഹെഡ്ഫോൺ എന്ന് പറഞ്ഞല്ലോ, അത് കണക്ട് ചെയ്യാനുള്ള പോർട്ടാണ് ഇവിടെ കൊടുത്തുള്ളത്. പിന്നെ എക്കോ സെലക്ട് ചെയ്യാനുള്ള, ഞാൻ ഓൺ ചെയ്തിട്ട് കാണിച്ചു തരാം. എക്കോ സെലക്ട് ചെയ്യാനുള്ള സ്വിച്ച്, പിന്നെ ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച്, അതുപോലെ മ്യൂട്ട് സ്വിച്ച് ഇതാണ് വരുന്നത്. പിന്നെ ഇത് ചാർജ് ചെയ്യാനുള്ളത് പോർട്ടാണ് ഈ കാണുന്നത്. ഇവിടെ ഫ്രണ്ട് നോക്കി കഴിഞ്ഞാൽ ഡിജിടെക്ക്, അതുപോലെ തന്നെ നമ്മൾ ചാർജിൻ്റെ ഇതിവിടെ കാണാം, കണക്റ്റ് ആവാനുള്ള ചിഹ്നം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൈക്ക് മ്യൂട്ട് ആവണതും ഓൺ ആക്കാനുള്ള ചിഹ്നം, അതുപോലെ എക്കോൻ്റെതും, എക്കോ ഓൺ ആക്കുമ്പോൾ ഇല്ല എക്കോ എന്നില്ല കാണാം, ഇവിടെ ലൈറ്റ് കത്തും. ഞാൻ ഓണാക്കി കാണിച്ചു തരാം. 2 മൈക്ക് ഒരുപോലെ തന്നെയാണ്. പിന്നെ ഇത് റിസീവർ വരുന്നത്. റിസീവറിൽ വോളിയം കൺട്രോൾ ഉണ്ട്, അതുപോലെ ഓൺ ഓഫ് മ്യൂട്ട് സ്വിച്ച് ഒക്കെയാണ്. 2 മൈക്കും മ്യൂട്ടാക്കാനുള്ള സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ മൈക്കിൻ്റെ പറഞ്ഞ പോലെ തന്നെയാണ് വരുന്നത്. ഹെഡ്ഫോൺ കണക്ട് ചെയ്യാനുണ്ട്, അതുപോലെ ചാർജർ കണക്ട് ചെയ്യാനുള്ളത്. പിന്നെ ഇത് നമ്മൾ ക്ലിപ്പ് എന്താ കൂടെ നമ്മൾ ഇത് ക്ലിപ്പ് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് മൈക്കിന് എല്ലാത്തിനും ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വരുന്നത് നമ്മൾ ഓഡിയോ നേരത്തെ പറഞ്ഞ 3.5 കേബിള്, C2, പിന്നെ C2C ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ചാർജറിൻ്റെ കേബിള്, പിന്നെ അതുപോലെ തന്നെ C2 ഐഫോൺ കേബിൾ ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ മഫ്. ഇത് നമ്മൾ കണക്ട് ചെയ്യണമെങ്കിൽ കാണിച്ചു തരാം. നമ്മൾ വീഡിയോ കുറച്ച് ഫാസ്റ്റ് ആക്കുന്നുണ്ട്, കൂടുതൽ ലെങ്ത്ത് വേണ്ടെന്ന് എഴുതിയിട്ടാണ് വീഡിയോ നമ്മൾ ഫാസ്റ്റ് ആക്കുന്നത്. ഇതിലിങ്ങനെ ഒരു എന്തോ ഈ ഒരു സംഭവം ഇവിടെ ഈ മൈക്കിൻ്റെ മുകളിലാണ്. ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്തിട്ട് ഒന്ന് റൈറ്റ് സൈഡിലേക്ക് ഒന്ന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതായത് ലോക്കായി. അപ്പം ഇങ്ങനെയാണ് വരുന്നത്. തന്നെ മറ്റേ മൈക്കിൻ്റെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഓണാക്കി കാണിച്ചു തരാം. നമ്മൾ റിസീവർ ഇവിടെ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് ഇതിൻ്റെ പവർ വരുന്നത്. ഇതിങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇത് മൈക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് റിസീവർ ഓണാക്കണത്. റിസീവർ ഓണായി കഴിഞ്ഞാൽ ഇങ്ങനെ വരിക, മൈക്ക് ഓണായി. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കണക്റ്റായി. കണക്റ്റ് ആണെങ്കിൽ മുമ്പ് ഇങ്ങനെ ബ്ലിങ്ക്, ഈ ഒരു ചിഹ്നം ഉണ്ടല്ലോ ഇങ്ങനെ ബ്ലിങ്ക് ആവും. പിന്നെ ഇതിൽ നോക്കാനുള്ളത് എക്കോൻ്റെതാണ്. എക്കോന് നമ്മളിവിടെ ഈ ഒരു സ്വിച്ച് ഉണ്ടല്ലോ, ഇതിൻ്റെ മുകൾ സൈഡിലുള്ള ഈ എക്കോ എന്ന ഇത് സ്വിച്ച് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടോ എക്കോ എന്നുള്ളത് ഇതാകണം കാണാം. അപ്പോൾ എക്കോ ഓണായി. ഇനി അത് എക്കോ മൈക്കിൽ പറഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് എക്കോൻ്റെ ഒരു പവർ സ്വിച്ച് എന്ന് പറഞ്ഞ പോലെ തന്നെ. എന്നിട്ട് നമ്മൾ ഈ ഒരു നീല വന്നു കഴിഞ്ഞാൽ എക്കോ ഓണായി. അതുപോലെ തന്നെ പിന്നെ മ്യൂട്ട്, ഇവിടെ ഈ ഒരു താഴത്തെ സ്വിച്ച് ഓരോ സിംഗിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റെഡ് കത്തി കഴിഞ്ഞാൽ ഈ ഒരു മൈക്ക് മ്യൂട്ടായി. അതുപോലെ നമ്മൾ റിസീവർമേൽ നമ്മൾ മ്യൂട്ട് സ്വിച്ച് ഒരെണ്ണം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 2 മൈക്കും മ്യൂട്ടാകാനുള്ള ഓപ്ഷൻ ഉണ്ട്. എക്കോ ഓണായി കഴിഞ്ഞാൽ റിസീവർമേൽ നമുക്കിവിടെ എക്കോ ഓണായി എന്നുള്ളത് കാണാം. നമ്മൾ ഈ മൈക്കിൽ എക്കോ ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് റിസീവർമേൽ കാണാൻ കഴിയും. നമ്മൾ ഇതിൻ്റെ റിസീവർ ഇപ്പോൾ ഓഫാക്കി, പവർ ഓഫാക്കി.
വേണ്ട ഈ മൈക്കിൻ്റെ ഇതിങ്ങനെ ബ്ലിങ്കാണ്. നമ്മൾ നേരെ റിസീവർ വീണ്ടും ഓണാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റ് ആകുമ്പോൾ ബ്ലിങ്കിങ് നിൽക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെ പറ്റി പറയാനുള്ളത്. ഏകദേശമൊക്കെ പറഞ്ഞു തരുന്നു. വീഡിയോ ഒരുപാട് ലെങ്ത്ത് വേണ്ടി എത്തിയിട്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. നമ്മൾ എന്താ പറയുക, മറ്റുള്ള കൂടിയ മൈക്കിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറിയൊരു യൂട്യൂബ് അതുപോലെ വീഡിയോസും കാര്യങ്ങളും റീൽസൊക്കെ ഇടുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ചെറിയ റേറ്റിൻ്റെ മൈക്ക്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൈക്കാണ്. ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ചെക്ക് ചെയ്ത വീഡിയോ ഇതിൽ കൊള്ളിക്കണില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.